SAP EME പോലെയുള്ള പാർട്ട്ണറിലൂടെ അതിൻ്റെ ലൈസൻസും സർട്ടിഫിക്കേഷൻ ഓതൻറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ എൻഡ് യൂസർ സർട്ടിഫിക്കറ്റും തന്നെ പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തു വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, ഇത് ശരിയല്ല, നിങ്ങളെ കബളിപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് ERP പ്രോഗ്രാം നടത്തുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കൺസൾട്ടൻസികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. നമസ്കാരം, ഞാൻ ജോണി ജോസഫ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് SAP പാർട്ട്ണർ EME എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. ഞാൻ പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. SAP അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ജർമ്മൻ ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതാണ്ട് കഴിഞ്ഞ 11 വർഷമായിട്ട് EME ലീഡ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിലും ഏതാണ്ട് 10 വർഷത്തോളമായിട്ട് SAP ഇന്ത്യയിലുടനീളം യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ ലൈസൻസും അതിൻ്റെ സർട്ടിഫിക്കേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി എന്നുള്ള നിലയിലും എനിക്ക് ആധികാരികമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. SAP എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ധാരാളം വികലമായിട്ടുള്ള ചില ആളുകളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ ചില SAP കൺസൾട്ടൻസ് ഒക്കെ കേരളത്തിലും പുറത്തുമൊക്കെ സ്പ്രെഡ് ചെയ്ത് വരാറുണ്ട്. അവരുടെ പല രീതിയിലുള്ള ഒരു സംശയങ്ങളുടെ ആൻസറുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങളിടുന്ന പല വീഡിയോസും നിങ്ങൾക്ക് നോളജിലേക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് SAP എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഇതിനെ വളരെ വ്യാപകമായ രീതിയിൽ ഇത് ഓതറൈസ്ഡ് അല്ല, ഇത്തരത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തിനാണ്, ഇത് നിങ്ങൾ എന്തിന് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് പല കൺസൾട്ടൻസും പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ എടുത്തു വെച്ചിട്ട് ഇന്ന് വിമർശിക്കാറുണ്ട്. അങ്ങനെയുള്ള കൺസൾട്ടൻസ് ഇന്ന് ഈ മാർക്കറ്റിലേക്ക് തരുന്ന ഈ ഒരു കമൻറ്റിനെ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യത്തെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു SAP പഠിക്കണമെങ്കിൽ SAP ജർമ്മനിയുടെ പ്രത്യേക പെർമിഷനോടുകൂടി അതാത് കൺട്രികൾ നടത്തി വരുന്ന ഒരു കോഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഓതൻറ്റിസിറ്റി ഉള്ളൂ. ഇന്ന് SAP ജർമ്മനിയുടെ കംപ്ലീറ്റ് ഓതറൈസേഷനോട് കൂടി SAP ഇന്ത്യ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് ഇന്ത്യയിലുടനീളം കൊടുത്തു വരുന്ന SAP പവർ യൂസർ, എൻഡ് യൂസർ എന്നൊക്കെ പറയുന്ന യൂസർ ലെവൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. ഇതിനെ ഒരിക്കലും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയില്ല, SAP കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം എന്ന് പറയില്ല. അവരിതിനെ SAP യൂസർ ലെവൽ അല്ലെങ്കിൽ എൻഡ് യൂസർ ലെവൽ പ്രോഗ്രാം, ഓവർവ്യൂ ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി പ്രോഗ്രാം എന്നൊക്കെ ഇതിനെ വിളിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഉപയോഗം ഒരു ഓപ്പറേറ്റിംഗ് ലെവൽ, എൻഡ് യൂസർ ലെവൽ, യൂസർ ലെവൽ പ്രോഗ്രാമറായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് കുട്ടികൾക്ക് ഉപയോഗപ്പെടുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലുലുമാൾ പോലെയൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയൊരു ഷോറൂമുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കുട്ടികൾക്ക്, ഇപ്പോൾ ലോജിസ്റ്റിക്സ് പഠിച്ച ഒരാൾക്ക് മെറ്റീരിയൽ മാനേജ്മെൻറ്റിനകത്ത് നോളജ് ഉണ്ടെങ്കിൽ അവരുടെ ഓപ്പറേഷണൽ നോളജ് വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഫൈനാൻസ്, അക്കൗണ്ട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ കൗണ്ടറുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ കാര്യങ്ങൾ വളരെ എളുപ്പമാവും. ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അവരുടെ ഓഡിറ്റിങ്ങിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് എൻഡ് യൂസർ ലെവൽ പ്രോഗ്രാമിനെ കൊടുക്കുന്നുണ്ട്. ഓഡിറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ SAP എന്താണെന്ന് അറിയത്തില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ SAPയിൽ മാത്രം ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ ഓഡിറ്റിങ് ഫലപ്രദമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനെയും അവരെ എനേബിൾ ചെയ്ത് SAP എന്താണ്, ഒരു യൂസർ ലെവൽ, ഓപ്പറേറ്റിംഗ് ലെവൽ കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ അനുമതിയോടും കൂടി SAP ഇന്ത്യ ഇന്ന് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഓഫീസോട് കൂടി ഇന്ന് ഇന്ത്യയിലുടനീളം ലൈസൻസ് കൊടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കുകയും SAP EME പോലെയുള്ള പാർട്ട്ണറിലൂടെ അതിൻ്റെ ലൈസൻസും സർട്ടിഫിക്കേഷൻ ഓതൻറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ എൻഡ് യൂസർ സർട്ടിഫിക്കറ്റും തന്നെ പറഞ്ഞ്, അല്ലെ പവർ യൂസർ സർട്ടിഫിക്കറ്റ് പറഞ്ഞ് തന്നെ പേരിട്ട് കൃത്യമായിട്ട് കൊടുത്തു വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, ഇത് ശരിയല്ല, നിങ്ങളെ കബളിപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പറ്റം ആളുകൾ അല്ലെങ്കിൽ ഒരു പറ്റം കൺസൾട്ടൻസ്, ERP പ്രോഗ്രാം നടത്തുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കൺസൾട്ടൻസുകളൊക്കെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ഓതൻറ്റിക് ആണോ എന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ SAP ഇന്ത്യക്ക് ഒരു മെയിൽ അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഓതൻറ്റിക് പാർട്ട്ണറായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അതിന് ഒരു ക്ലാരിറ്റി വരുത്തുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വ്യാജന്മാരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ SAPയുടെ ഓതൻറ്റിസിറ്റി ഇല്ലാതായിട്ടിരിക്കുന്ന കൺസൾട്ടൻസിൻ്റെ അടുക്കൽ DM ചെയ്തോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ ചോദിക്കുന്നതിന് പകരം ഞങ്ങളെപ്പോലെ വർഷങ്ങളായിട്ട്
ഓതൻറ്റിക് ആയിട്ട് ഓതറൈസ്ഡ് ആയിട്ട് ഈ പ്രോഗ്രാമൊക്കെ കൊടുത്തു വരുന്ന 25,000-നും 50,000-നും ഇടയ്ക്ക് കുട്ടികൾ ഒരു വർഷം ലാർജ് സ്കെയിലായിട്ട് ഈ SAPയുടെ എൻഡ് യൂസർ സർട്ടിഫിക്കറ്റ് ലെവലിലുള്ള പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഫൂൾസ് ആക്കുന്ന രീതിയിലുള്ള കമൻസുകളും ഒക്കെ ഇടുന്ന പല ആളുകളിൽ നിന്ന് നമുക്ക് ബിവെയർ ആകാം, നമുക്ക് അവരിൽ നിന്ന് അകന്നിരിക്കാം. ഓതൻറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇനിയും കൂടുതൽ ധാരണ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് DM ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ച് EMEയിലേക്ക് വിളിച്ച് ചോദിക്കാം. ഇനി അതുമല്ലെങ്കിൽ ദ റൈറ്റ് പാർട്ട്ണർ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. ഇന്ത്യയിലുള്ള ഏത് പാർട്ട്ണറെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ SAP ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെയിൽ ചെയ്യാം. ഇവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ആൻസറുകൾ കിട്ടും. അതുപോലെ തന്നെ ഇനി SAP കൺസൾട്ടൻറ്റ് ലെവലിലുള്ള പ്രോഗ്രാം എന്താണ്, ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേക്കുറിച്ച് ഞാൻ ധാരാളമായിട്ട് കൃത്യമായിട്ട് ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എന്നെ ശ്രമിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാം. നന്ദി, നമസ്കാരം.